ജീവനെടുത്ത് വീണ്ടും റാഗിംഗ്. തിരുവനന്തപുരം കോവളം വെള്ളാറിൽ റാഗിങ്ങിനിരയായ ബിരുദ വിദ്യാർത്ഥി മനംനൊന്ത് ജീവനൊടുക്കിയെന്ന് പരാതി. തിരുവല്ലം MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 1-ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥി വെള്ളാർ സ്വദേശി വിജിത് കുമാറാണ് മരിച്ചത്. പോലീസിൽ കുടുംബം പരാതി കൊടുത്തു. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, 2:30 മണിയാകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻസിപ്പാൾ ഇതേപോലെ അത്യാവശ്യമായിട്ട് കോളേജിൽ എത്തണമെന്ന് പറഞ്ഞു. എന്താണ് കാരണം ചോദിച്ചപ്പോൾ മകൻ കുടിച്ച് ഛർദ്ദിച്ച് കുഴഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും അവളും ഞാനുമായിട്ട് വൈഫും ഞാനുമായിട്ട് ബൈക്കിൽ നേരെ കോളേജിൽ പോയി. കോളേജിൽ പോയപ്പോൾ കയറുന്ന സ്ഥലത്തിൻ്റെ റിസപ്ഷനിൽ തന്നെ ഇവ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കണം ഞാൻ കണ്ടു. അപ്പോൾ ഛർദ്ദിലൊക്കെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവനെ ശ്രദ്ധിക്കാതെ നേരെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പോയി. അപ്പോൾ ഒരു കാര്യം തിരക്കാൻ വേണ്ടി പോയി. അപ്പോഴവിടെ പോയപ്പോൾ 4 പയ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറയണത്, എനിക്കറിയത്തില്ല. 4 പയ്യന്മാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ ഇരിപ്പുണ്ടാണ്. അപ്പോൾ പ്രിൻസിപ്പാളെ പറഞ്ഞ് ഇവൻ മദ്യവെച്ചിട്ടുണ്ട്, ഇവരും എല്ലാവരും മദ്യവെച്ചിട്ടുണ്ട്. പക്ഷേ പ്രിൻസിപ്പാൾ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധിച്ച് കുടിപ്പിച്ചെന്നാണ് പ്രിൻസിപ്പാൾ ഞങ്ങളോട് പറഞ്ഞത്. എൻ്റെ മകനെ നിർബന്ധിച്ച് ഇവരെ കുടിപ്പിച്ചെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവനെ വീട്ടിൽ കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നേരെ അവനെ ബൈക്കിൽ തന്നെ കയറ്റി വീട്ടിൽ കൊണ്ട് വന്നിട്ട് കുളിപ്പിച്ചിട്ട് മോരൊക്കെ കൊടുത്തത്. എന്നിട്ട് 4 മണിയായപ്പോൾ അവൻ ഇപ്പോൾ ഉറങ്ങി, ഉറക്കം വന്നെന്ന് ഉറങ്ങി. പിന്നെ 4 മണിയായപ്പോൾ ഞാൻ നേരെ ജോലിക്കും പോയി. ജോലിക്ക് പോയിട്ട് ഒരു 5:15 6:30 അടുപ്പിച്ചായി. വൈഫ് വീണ്ടും വിളിക്കണ്. പെട്ടെന്ന് പറഞ്ഞാൽ അവൻ ബാത്റൂമിൽ കയറിയിട്ട് ഡോർ അടച്ചിട്ട് വിളിച്ചിട്ട് അവൻ എണീക്കില്ല, ശബ്ദമൊന്നും കേൾക്കില്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ വന്നപ്പോൾ വൈഫ് ഡോറിൻ്റെ ലോക്കിൽ ഇങ്ങനെ അകത്തുനിന്നാണ് കുറ്റി ഇട്ടത്. ആ കുറ്റിയെ മാക്സർ കൊണ്ട് അറുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിടിച്ച് കുറച്ചുകൂടി അറുത്ത്. എന്നിട്ട് എന്നെ തോന്നി ഞാൻ കയറി എത്തി നോക്കിയപ്പോൾ അവിടെ നിന്ന് അവനെ നിൽക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തൊന്നും കണ്ടില്ല അവനെ. പിന്നീട് ഞാൻ ആ സ്റ്റെയർ കേസിൻ്റെ കമ്പിയുടെ മേളിൽ കയറി നിന്ന് നോക്കിയപ്പോഴാണ് അവൻ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഇത്ര എനിക്കറിയാവുള്ളൂ. പിന്നെ അതിന് മുന്നേയായിട്ട് ഞാൻ വൈഫിന് മോളോട് അവൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി പറഞ്ഞിട്ട് പോയി, എടി ഞാൻ തെറ്റുകാരനല്ല, ഞാനല്ല കുടിച്ച്, അവന്മാർ എന്നെ നിർബന്ധിച്ചാണ് എന്നെ കുടിപ്പിച്ചത്. മരിക്കുന്ന മുമ്പ് അവൻ കയറി പോകുന്ന മുമ്പ് പറഞ്ഞു, ബാത്റൂമിൽ പോകുമ്പോൾ പറഞ്ഞു എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചു, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും അവന്മാർ എന്നെ നിർത്തിയില്ല. വളരെ സങ്കടകരമായ ഒരു വെളിപ്പെടുത്തലാണ് പിതാവ് നടത്തിയിരിക്കുന്നത്. റാഗിങ്ങിൽ മനം നൊന്താണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. ഷവീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. ഷവീദ്, ഗുഡ് മോർണിംഗ്. ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും പല കോളേജുകളിലും ഇപ്പോഴും റാഗിങ് നിൽക്കുന്നു എന്നല്ലേ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഒരു കുട്ടിയുടെ ജീവനെടുത്തു ഈ റാഗിങ് എന്നുള്ള ഹീനമായ പരിപാടി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? SKN ഗൗരവമുള്ളൊരു പരാതിയും ആക്ഷേപവും സംഭവമാണ് തിരുവനന്തപുരം വെള്ളാറിൽ നടന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവല്ലം MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 1-ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥിയായ വിജിത് കുമാർ 19 വയസ്സുകാരനായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹം മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കുടുംബം ഇപ്പോൾ നൽകുന്ന മറുപടി, അവർ പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മകന് സുഖമില്ല എന്ന് പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പൽ ഇവരെ, ഈ അച്ഛനെയും അമ്മയും കോളേജിലേക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം അവരവിടെ കണ്ടത് ബോധരഹിതരായ മകനെയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് തൊട്ടടുത്തൊരു 4 കുട്ടികളും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ നിർബന്ധിച്ച് മകന് മദ്യം നൽകിയെന്നുള്ള കാര്യം അത് പ്രിൻസിപ്പളും പറഞ്ഞു. തുടർന്ന് ഈ മകനെയും കൂട്ടി വീട്ടിലെത്തിയ മകൻ പിന്നീട് അധികം ആരോടും സംസാരിച്ചില്ല. ഒടുവിൽ അമ്മയോട് പറഞ്ഞു, എന്നെ നിർബന്ധിപ്പിച്ച ഈ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ മദ്യം നൽകിയത് റാഗിങ് അനുഭവമായിരുന്നു എന്നടക്കം മാതാപിതാക്കളോട് ഈ കുട്ടി പറഞ്ഞു എന്ന് മാതാപിതാക്കൾ നമ്മളോട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ കുഞ്ഞിനെ പിന്നെ കാണുന്നത്, 19 വയസ്സുകാരനെ പിന്നെ കാണുന്നത് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും അത് ജീവൻ രക്ഷിക്കാനായില്ല. മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം നടപടി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ മൃതദേഹവുമായി കോളേജിന്റെ മുൻപിൽ ബന്ധുക്കളുടെ ഒരു ചെറിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നിയമ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവല്ലം പോലീസിൽ പരാതി നൽകി പോലീസ് ഒരു FIR എടുത്തിട്ടുണ്ട്. പക്ഷേ ആ FIRലും കുടുംബത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അതിൽ റാഗിംഗ് ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് FIRൽ പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദമായ നടപടി എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രദ്ധയിലേക്ക് വിഷയം പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വിഷയം എത്തിക്കുന്നുണ്ട്. ഏതായാലും വളരെ ഗൗരവമുള്ള അടിയന്തര നടപടി ആവശ്യമായിട്ടൊരു വിഷയമായി ഇത് മാറിയിട്ടുണ്ട്.
ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും സങ്കടകരമായ വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടി വരുന്നത്. തീർച്ചയായിട്ടും കുറ്റവാളികൾക്കെതിരെ ഈ പിതാവ് പറഞ്ഞത് സത്യമാണെങ്കിൽ, ഇങ്ങനൊരു പാതകം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ടെങ്കിൽ കരുത്തുറ്റ നടപടികൾ സർക്കാർ സ്വീകരിക്കണം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്.